കുറേ വട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ടു ക്വിറ്റ് ഫ്രം ഗൈഡ്സ്. സോ ആഫ്റ്റർ ദാറ്റ് 9th എത്തിയ ടൈമിൽ ഐ ചൂസ് ടു ക്വിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാമ്പ് പോലെയായിരുന്നു. ഓക്കെ, നമുക്ക് ദ്വിതീയ എക്സാമിൽ പോവാം. 9th പിന്നെ ഞാൻ ഫുൾ കലോത്സവം, മേള, സബ് ജില്ല, ജില്ല എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബാക്കിലായിരുന്നു ഫുൾ ടൈം. ലൈക്ക് ഒരു ഹോസ്റ്റൽ വൈബേനു. ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് കാലമായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. സോ ഈ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ ഒരു പോസ്റ്റ് ഇട്ട ടൈമിൽ ഈ ഒരു കമൻറ്റ് വന്നു. അപ്പം ഈ കമൻറ്റ് ഞാൻ വിചാരിച്ചു ലൈക്ക് ഒരു വീഡിയോ പോലെ ചെയ്യാം, സോ ഐ ക്യാൻ ഷെയർ മൈ ജേർണി ഓൾസോ. ഞാൻ NCC അല്ല ഉണ്ടായിരുന്നത്, ഞാനൊരു ഗൈഡായിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ 6th പഠിക്കുമ്പോഴാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ചേർന്നത്. അപ്പം നമ്മളതൊരു കോൺവെൻറ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഗേൾസ് ഓൺലി ആണ്. അപ്പോൾ ഗൈഡ്സ് ആണുള്ളത്, സ്കൗട്ട് അല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ ഞാൻ പോയി ചേർന്നതാ ഈ ഗൈഡ്സിൽ. സംഭവം എന്താ വെച്ചാൽ, എനിക്ക് ലിറ്റിൽ ഗൈഡ്സിൽ ചേരണമെന്നേനു ഭയങ്കര ആഗ്രഹം. അതിനുശേഷം പിന്നെ വെച്ചു, പിന്നെ ലിറ്റിൽ ഗൈഡ്സിൻ്റെ എക്സാം അതൊക്കെ. ലിറ്റിൽ ഗൈഡ്സ് 8th അങ്ങനെ 8th ആണോ 6th എന്ന് ഞാൻ തോന്നുന്നു. അപ്പം അതിന് ശേഷം മുതൽ എനിക്ക് SPC ചേരണമെന്നേനു. അപ്പോൾ SPC നമുക്ക് ചേരണമെങ്കിൽ 8ാം ക്ലാസ് വരെ കാത്തിക്കണം. 8th നിന്നാണ് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പം നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു ഓപ്ഷൻ ഗൈഡ്സ് ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ പോയി ഗൈഡ്സിൽ ചേർന്നു. എല്ലാത്തിൻ്റെയും വെച്ച് നോക്കുമ്പോൾ ഗ്രേസ് മാർക്ക് കൂടുതലും ഗൈഡ്സിനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ജോയിൻ. അങ്ങനെ 6ാം ക്ലാസ്സിൽ ഗൈഡ്സിൻ്റെ നമുക്ക് 5 മണി വരെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 6ാം ക്ലാസ് കഴിഞ്ഞു, 7 എത്തിയ ടൈമിൽ നമുക്ക് പ്രവേശൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തു. നല്ലോണം ഗൈഡ്സ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പ്രവേശൻ്റെ സിലബസ് ഉണ്ടായിരുന്നുള്ളൂ, ദ്വിതീയ എത്തിയിട്ടില്ല. അപ്പോൾ 7th സിലബസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ 8th എത്തിയ ടൈമിൽ എനിക്ക് എൻ്റെ പഠിപ്പും ഈ സിലബസും അക്കാഡമിക് സിലബസും ഈ ഗൈഡ്സിൻ്റെ ഇതും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പണിയായിരുന്നു. ലൈക്ക് ഗൈഡ്സിന് നമുക്കൊരു ലോഗ് ബുക്ക് ഉണ്ട്, ഒരു വലിയ ലോഗ് ബുക്ക്. ആ ലോഗ് ബുക്ക് ഫുൾ നമ്മൾ എഴുതണം, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറേ ഫണ്ടമെൻ്റൽസ് പഠിക്കാനുണ്ട്, നമുക്ക് കുറേ ഡ്രോപ്പിനെ കൊണ്ടുള്ള നോട്ടിങ്സ് ഉണ്ടാവും. അങ്ങനത്തെ കുറേ ടെസ്റ്റസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്ന് 7th കഴിഞ്ഞു. 8th ഈ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ദ്വിതീയ എക്സാമിന് പോവാം. അങ്ങനെ ദ്വിതീയ എക്സാമിൻ്റെ ടൈം എത്തി. എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ക്യാമ്പാണ് സംഭവം. മാഹിയിലൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നത്. മാഹിയിലൊരു സ്കൂളിൽ 3 ഡേയ്സിൻ്റെ ക്യാമ്പായിരുന്നു. ദ്വിതീയ എക്സാം ക്യാമ്പ് പോലത്തെ ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാമ്പ് കൂടെയായിരുന്നു. ലൈക്ക് ഒരു ഹോസ്റ്റൽ വൈബേനു ഫുള്ള്. ലൈക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കിടന്നുറങ്ങുന്നതന്നെ നമ്മൾ ബെഞ്ചെല്ലാം വെച്ച് അതിൻ്റെ മേലയിൽ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി, അതിൻ്റെ മേലയിൽ രാത്രി ഫുൾ പ്രേതം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ അലറലും. ലൈക്ക് ഇറ്റ് വാസ് സോ ലൈക്ക് അടിപൊളി മെമ്മറീസ് എല്ലാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു രാവിലെ 5 മണിക്ക് ഇങ്ങനെ എണീക്കണം. എന്നിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോകണം. വർക്കൗട്ട്, മോർണിംഗ് എക്സസൈസ് സെക്ഷൻസ് എല്ലാം ഉണ്ട്. ഓരോ ആൾ പോയി എക്സസൈസ് നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, ബുക്കിലുണ്ട യോഗ എക്സസൈസുകളുണ്ട്. അപ്പം അതെല്ലാം പോയിട്ട് ചെയ്ത് കൊടുക്കണം. ഈ നമ്മളൊരു കോച്ചുണ്ട്, ലൈക്ക് ഒരു സാറുണ്ട്. അപ്പം ആ സാറിൻ്റെ കയ്യിലൊരു വിസിലുണ്ടാവും. ആ വിസിൽ എപ്പം നമ്മൾ ആ വിസിലിൻ്റെ സൗണ്ട് കേൾക്കും, നമ്മളപ്പോൾ ഗ്രൗണ്ടിലുണ്ടാവണം. സോ നമ്മൾ ഉറങ്ങുന്ന നേരത്തെല്ലാം എണീച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഓട്ട. എണീച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കൂടിയാണ്, കുളിക്കാനൊന്നും കഴിയില്ല. സോ രാവിലെ എണീച്ച് വേഗം ഓടി എക്സസൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറേ ക്ലാസ്സസ്, പിന്നെ എക്സാം ഉണ്ടാവും, റിട്ടൺ ടെസ്റ്റ്, പിന്നെ ഫസ്റ്റ് എയ്ഡ്, നോട്ടിങ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പം എവിടെയെങ്കിലും ഹൈക്കിനൊക്കെ കൊണ്ടുപോകും. മലേൻ്റെ മേലെയല്ലല്ലോ ഞാൻ ഹൈക്കിന് പോയിന് 6th 7th പഠിക്കുന്ന ടൈമിൽ. നല്ല അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് ക്യാമ്പിന് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് ക്യാമ്പിനൊക്കെ പോയി. ക്യാമ്പ് വാസ് റിയലി നൈസ്. സെക്കൻഡ് ഡേ ആയ ടൈമിൽ ഭയങ്കര ഹോം സിക്ക് അടിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ വീടുമായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ടില്ല, ആൻഡ് ഐ എം റിയലി ഹോം സിക്ക് പേഴ്സൺ. അങ്ങനെയൊക്കെ ടൈമിൽ
ആൻഡ് ഇങ്ങനെ ടീച്ചറിൻ്റെ ഫോണിൽ നിന്ന് ഉമ്മാനെ വിളിച്ച് ഉമ്മാനെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കരച്ചിൽ വന്നു. ഞാൻ എന്തെല്ലോ പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് റൂമിൽ പോയി ഭയങ്കര ഹോംസിക്കൊക്കെ അടിച്ചു. അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ തേർഡ് 2 നൈറ്റും ഒരു മോർണിംഗ് ആണെന്ന് തോന്നുന്നു. 2 നൈറ്റും അടിപൊളി. നമ്മൾ താഴത്ത് ബോയ്സ് സ്കൗട്ട് ഉണ്ടാവും, മേലിൽ ഗേൾസ് ഉണ്ടാവും. മേലിൽ നമ്മളെല്ലാവരും കൂടെ നമ്മളെ സ്കൂളത്തെ കുട്ടികളെല്ലാവരും ഒരു ക്ലാസ്സിലുണ്ടാവും. ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ മെല്ലെ കയറിയതിന് ടീച്ചർ കാണാണ്ട് ജസ്റ്റ് സ്നീക്ക് ഔട്ടിങ് പരിപാടി. സ്കൂളിൻ്റെ പുറത്തല്ല, സ്കൂളിൽ തന്നെ ക്ലാസ്സിന് ജസ്റ്റ് അപ്പുറത്തെ റൂം വരെ പോകുന്നതാണ് സ്നീക്ക് ഔട്ട് പരിപാടി. ലൈക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുത്തിയായിട്ട് പേടിച്ച് വേറെ എന്തോ സാധനം വരുന്നത്. അവൾ അലറി താഴെ. അപ്പോൾ നമ്മളെല്ലാവരും പോയപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന പോലെ ആക്കിയിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാം വരും. അഭിനയം കൊള്ളാം, പൊക്കി. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടീച്ചർ നല്ല വൈബ് ചെയ്യും ക്യാമ്പിന് വന്നത്. അങ്ങനെ പിന്നെ രാത്രി ഫുൾ ഫുഡ് അടി, സ്നാക്സ് പരിപാടി. രാത്രി 3 മണി വരെ നമ്മളിങ്ങനെ സ്നാക്സ് കഴിച്ച് കുറേ കഥയെല്ലാം പറഞ്ഞ് അങ്ങനെയായിരുന്നു. ആൻഡ് സെക്കൻഡ് നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മോർണിംഗ് നമ്മൾ ഉറങ്ങിയിട്ടില്ല ആരും. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് സൺറൈസ് കാണാൻ പോയി. ലൈക്ക് വി ലിറ്ററലി സ്നീക്ഡ് ഔട്ട്. സംഭവം ഇതൊന്നും ആർക്കും അറിയില്ല. വേറെ ബിൽഡിങ്ങിലാണ്. വേറെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. ലൈക്ക് ഇങ്ങനെ 2 ബിൽഡിങ് അതിങ്ങനെ ഒരു കോറിഡോർ കണക്റ്റഡ് പോലെ. ഒരു 5 മണി 5:45 6 മണി എല്ലാ സമയത്ത് ഇങ്ങനെ ആരും എണീച്ചിട്ടില്ല. നമ്മൾ നേരെ കറങ്ങി ഇപ്പുറത്തെ ബിൽഡിങ്ങിലെത്തി. അതിൻ്റെ മേലെ ടെറസ് ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റത്തെ നോട്ടിങ്ങിൻ്റെ കഴിഞ്ഞത്. അപ്പം നമ്മളവിടെ പോയി നമ്മൾ ഇവിടുന്ന് സൺറൈസ് ഒക്കെ കണ്ട്. അവിടെ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ അവിടെ നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ആ ലൈറ്റ്സ് ഒക്കെ ഓണായിട്ട് ഇങ്ങനെ സൺറൈസ് ഒക്കെ കാണാൻ. ആൻഡ് സൺറൈസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ താഴെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വേഗം വന്നു. കാരണം ടീച്ചേഴ്സിട്ട് എണീച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴെ വരുന്ന സമയത്ത് ലൈറ്റ് ഓണാന്ന്. ഞാനും എൻ്റെ ഫ്രണ്ട് ഒറ്റ ഓട്ടം. അവൻ കൂടെ കണ്ടോട് പേടിയായി. ആൻഡ് അപ്പോഴത്തേക്ക് കുറച്ച് പിള്ളേരൊക്കെ എണീച്ച് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്തെടുത്ത് പോയി. ബ്രഷൊക്കെ ചെയ്തു. ബാക്ക് ടു നോർമൽ. ഉച്ചയായ ടൈമിൽ ക്യാമ്പൊക്കെ കഴിഞ്ഞു. ആൻഡ് വി ഓൾ വെൻ ബാക്ക് ഹോം. അതിനുശേഷം ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം എവറിത്തിങ് ഹാസ് ചേഞ്ച്. ദാറ്റ് ഐ എം നോട്ട് വിത്ത് ദാറ്റ് ഫ്രണ്ട്സ്. സോ ആഫ്റ്റർ ദാറ്റ് 9th എത്തിയ ടൈമിൽ ഐ ചൂസ് ടു ക്വിറ്റ്. ഇത് ഞാൻ കുറേ വട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ടു ക്വിറ്റ് ഫ്രം ഗൈഡ്സ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റഡീസും ഈ ഗൈഡ്സിൻ്റെ സിലബസും ഈ ലോഗ് ബുക്കൊന്നും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ ടൈമിൽ രാജ്യപുരസ്കാറിൽ എഴുതണമെന്നുണ്ട്. ബട്ട് ദ്വിതീയ എക്സാം ഞാൻ എഴുതി. ലൈക്ക് അതിനായിരുന്നു ആ ക്യാമ്പിന് പോയത്. ഞാൻ ആ എക്സാമിന് വേണ്ടി മാത്രമാണ് മെയിനായിട്ട് ഞാൻ ആ ക്യാമ്പിന് പോയത്. ഐ ഹാവ് എ സർട്ടിഫിക്കറ്റ് ദ്വിതീയൻ്റെ. സോ ഈ സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ തൃതീയ എഴുതിയിട്ടില്ല. തൃതീയ എഴുതുന്നതിന് മുമ്പേ ഞാൻ ക്വിറ്റ് ചെയ്തു. മിസ്സിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് പക്ഷെ ഹാൻഡിൽ ചെയ്യുന്ന പിള്ളേരിലുണ്ട്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര പ്രഷർ ലൈക്ക് എന്തോ ഒരു ഭാരം പോലെ തോന്നി. സോ ഐ തോട്ട് ടു ലീവ്. സോ നൗ ഐ എം ഒഫീഷ്യലി നോട്ട് എ ഗൈഡ്. എങ്ങനെ പക്ഷെ ആ ഒരു ഗൈഡ്സ് ഉണ്ടായിരുന്ന ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് സ്കൂളിൽ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു 7 മണി വരെ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നൈറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഇറ്റ് ഓൾ ബിക്കേം എ മെമ്മറി. ഐ ചൂസ് ടു ലീവ്. അങ്ങനെ ഗൈഡ്സ് എന്നൊക്കെ ഒഴിവായി. 9th ഒരു വർഷം മൊത്തം. 9th പിന്നെ ഞാൻ ഫുൾ കലോത്സവം, നമ്മളെ മറ്റേ മേള, സബ് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിരുന്നു ഫുൾ ടൈം. എനിക്ക് സയൻസിന് ഞാൻ 2 വർഷം നിന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. സോഷ്യലിൽ ഞാൻ ഒരു വട്ടം നിന്നു. ആ വട്ടം തന്നെ സ്കൂളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. സബ് ജില്ലക്ക് ഫസ്റ്റ് കിട്ടി. ജില്ലക്ക് എ ഗ്രേഡ് കിട്ടി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. 8th പഠിക്കുമ്പോഴായിരുന്നു ഇത്. പിന്നെ 9th എത്തിയ സമയത്ത് സബ് ജില്ല ഫസ്റ്റ്, ജില്ല എ ഗ്രേഡ്. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ സോഷ്യലിൻ്റെ മേളാസിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ 10th കാര്യം എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹമില്ല. അതാണ് എൻ്റെ ഒരു ഗൈഡ്സിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു അതർ ദാൻ അക്കാഡമിക് വൈസ് ഒരു ജേർണി പോലെ എൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ജേർണി.
ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. കുറേയധികം റിയലൈസേഷൻസ് കൊണ്ടുവന്ന ഒരു സ്ഥലമായിരുന്നു മൈ സ്കൂൾ. അപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സുമായിട്ട് ജോയിൻ ചെയ്തു, പിന്നെ ക്വിറ്റ് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ വാസ് അത്രയേ ഉള്ളൂ, അബൌട്ട് മൈ ജേർണി ഓൺ ഗൈഡ്സ്, ക്യാമ്പിൻ്റെ ഒരു ജേർണി. ദാറ്റ്സ് ഓൾ. So hope you enjoyed.